ഇന്ന് നാം ചിന്തിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നിവയെക്കുറിച്ചാണ്. ദേഹം എന്ന് പറയുന്നത് ശരീരം, ദേഹി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സ് അല്ലെങ്കിൽ സോൾ, ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് സ്പിരിറ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചിന്തയിലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ ഉത്തരം ഈ പഠനത്തിലൂടെ ശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദേഹം, ദേഹി, ആത്മാവ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായാൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് തുറന്നു കിട്ടുവാൻ സഹായകമാകും. ഒപ്പം തന്നെ നമ്മുടെ അലച്ചിലുകളുടെയും കഷ്ടപ്പാടുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തെയും നിത്യതയെയും കുറിച്ച് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് ഒരു കണ്ണാടിയുടെ മുൻപിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖവും ശരീരവും ഒക്കെ ദൃശ്യമാകുമല്ലോ. എന്നാൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ യഥാർത്ഥ രൂപമാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഇതിലൂടെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ബാഹ്യ രൂപം മാത്രമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ ജീവിക്കുന്ന ഒരു ഭവനം പോലെയാണ്. ശരീരമാകുന്ന ഈ ഭവനം വളരുകയും കാലം കഴിയും തോറും ദുർബലമാവുകയും ചുരുങ്ങുകയും അവസാനം മരണത്തോടുകൂടി ശരീരം മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. തെസ്സലോനിക്കർ 5:23 ഇങ്ങനെ പറയുന്നു: സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായി ഇരിക്കുവാൻ ഇടയാകട്ടെ. ശരീരത്തിന് ഭക്ഷണവും ധരിക്കുവാൻ വസ്ത്രവും ആവശ്യമാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ ഉള്ളിലാണല്ലോ ദേഹിയും അതായത് സോൾ, ആത്മാവും അതായത് സ്പിരിറ്റ് ഇവ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ശരീരം ഒരു മനോഹരമായ ദേവാലയം പോലെയാണ്. അത് നമുക്കും മറ്റുള്ളവർക്കും ദൃശ്യവുമാണല്ലോ. ഇതിന്റെ ഉള്ളിലുള്ള അടുത്ത കാതൽ ഭാഗമാണ് ദേഹി. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഇച്ഛയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങളുടെ തീരുമാനങ്ങളുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഭാഗമാണ് അതിവിശുദ്ധ ഭാഗം. ഇവിടെയാണ് ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് കടന്നു വരുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്നുമാണ് ദൈവവുമായുള്ള ആശയവിനിമയം നടക്കുന്നത്. നമുക്ക് ധാരാളം പണവും സുഖസൗകര്യങ്ങളും പ്രശസ്തിയും ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ. ഇവയെല്ലാം ഉണ്ടെങ്കിലും ഏതോ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടാറില്ലേ? ഈ ശൂന്യത നമ്മുടെ ശരീരത്തിലും ദേഹിയിലുമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിലാണ് സംഭവിക്കുന്നത്. ഈ ശൂന്യത നികത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യന് മോഹഭംഗങ്ങളും എന്തിൻ്റെയൊക്കെയോ കുറവും ഒരുതരം അപൂർണതയും അനുഭവപ്പെടുന്നു. ഇതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തെ ഭക്ഷണം കൊണ്ടും ആഡംബരങ്ങൾ കൊണ്ടും നിറയ്ക്കുവാൻ നാം വ്യഗ്രത കാണിക്കുന്നത് മൂലമാണ്. അതുപോലെ തന്നെ ദേഹിയെ വിനോദം, സൽക്കാരങ്ങൾ, ആഘോഷങ്ങൾ ഇവയെ കൊണ്ട് നിറയ്ക്കുവാനും നാം വളരെയധികം ശ്രദ്ധിക്കുന്നു. പകരം ആത്മാവിന് വേണ്ടത് എന്താണെന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൻ്റെ പോഷണത്തിന് വേണ്ടതൊന്നും നൽകാതിരിക്കുകയും അതിനെ പാടെ മറക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ദേഹി ഒരു വിളക്കാണെന്ന് സങ്കല്പിക്കുക. അതിനെ കത്തുവാൻ സഹായിക്കുന്ന എണ്ണയാണ് ആത്മാവ്. ഈ എണ്ണയില്ലെങ്കിൽ അതിന് കത്തുവാനോ പ്രകാശം നൽകുവാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ള വിളക്ക് അതിൻ്റെ ലക്ഷ്യത്തിനെത്താതെ വെറും ഒരു അലങ്കാര വസ്തുവായി മാറുകയാണെന്ന് ചെയ്യുന്നത്. അതിൻ്റെ തീനാളം പ്രകാശം പരത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും തീനാളത്തിൻ്റെ അഭാവത്തിൽ അത് നിർജീവമാകുകയും ചെയ്യുന്നു. ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം മറ്റൊരു വിധത്തിലായിരിക്കും അതേക്കുറിച്ച് പറയുന്നത്. ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ അതിൻ്റെ എതിർ ദിശയിലേക്ക് വഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധിക്കാൻ കഴിയും. നമ്മുടെ ആഗ്രഹം നമുക്ക് വ്യക്തമാണെങ്കിലും ഒരു ചെറിയ സ്വരം നമ്മോട് മന്ത്രിക്കുന്നത് കേൾക്കാം. ഇതുവഴിയല്ല പോകേണ്ടത് എന്നാണെന്ന് പറയുന്നത്. ഇത് ദേഹിയും ആത്മാവും തമ്മിലുള്ള പിരിമുറുക്കത്താലുള്ള സംഘർഷം മൂലമാണ്. ദേഹി ഇപ്രകാരമാണ് പറയുന്നത്: എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് അനുഭവപ്പെടുന്നു, ഞാനിത് തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ. എന്നാൽ ആത്മാവ് പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ദൈവത്തെ അറിയാം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവവുമായി ഞാൻ
അതിനെ ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാണ് ഹെബ്രായർ 4:12 ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിന്റെ വചനമാണ് ദേഹിയെയും ആത്മാവിനെയും വേർതിരിക്കുവാൻ സഹായിക്കുന്നത്. ദേഹിയും ആത്മാവും വളരെയധികം ചേർന്നാണ് ഇരിക്കുന്നത്. അതിനാൽ അവയുടെ അതിർവരമ്പുകൾ കണ്ടുപിടിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് ദേഹിയുടെ അതിർത്തി എവിടെ അവസാനിക്കുന്നതെന്നും ആത്മാവിന്റെ അതിർത്തി എവിടെയാണ് ആരംഭിക്കുന്നതെന്നും കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് ഇത് സാധ്യമാവുകയില്ല. ഉദാഹരണത്തിന്, സൂര്യപ്രകാശത്തെയും അതിൻ്റെ ഉള്ളിലുള്ള ചൂടിൽ നിന്നും വേർതിരിക്കുവാൻ സാധ്യമല്ലാത്തതുപോലെ. മറിച്ച് അതിന് അനുയോജ്യമായ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അത് സാധ്യമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അത് സാധ്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ദേഹിയെയും ആത്മാവിനെയും ഈ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒന്ന് മാത്രമായി ക്രമീകരിച്ചാലും മതിയായിരുന്നല്ലോ. അതിന് മനോഹരമായ ഉത്തരം ഇപ്രകാരമാണ്: നിങ്ങളുടെ ദേഹി ലോകത്തിന്റെ മുൻപിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ ഏകതയെയും, അതായത് യുണീക്ക്നെസ്, അതിനെ വ്യക്തമാക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ മുതലായവ എപ്രകാരം മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തനാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആത്മാവ് വ്യക്തമാക്കുന്നത് ദൈവരാജ്യത്തിലെ നിങ്ങളുടെ ഏകതയെയും വ്യക്തിത്വത്തെയും അവസ്ഥയെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയുമാണ്. ഈ ആത്മാവ് മൂലമാണ് ദൈവ സാന്നിധ്യവും ദൈവസ്വരവും നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങളും അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നത്. ദേഹി നമ്മുടെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആത്മാവ് ദൈവരാജ്യത്തെയും നിത്യതയെയും കുറിച്ച് മനസ്സിലാക്കി തരുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ജീവിതകാലം മുഴുവൻ ദേഹിയെ പുഷ്ടിപ്പെടുത്തുവാൻ മാത്രമായി പരിശ്രമിക്കുന്നു. ആത്മാവിന്റെ മൂല്യം മനസ്സിലാക്കാതെ അതിന്റെ പോഷണത്തിനായി ഒന്നും ചെയ്യാതെ അതിനെ പട്ടിണിക്കെടുത്തു. അങ്ങനെ അവരുടെ ദേഹിയെ വികാരങ്ങൾക്ക് അവർ അടിമകളായി മാറുന്നു. ഒപ്പം തന്നെ ആഗ്രഹങ്ങളുടെ തടവുകാരായി തീരുകയും ചെയ്യുന്നു. ഇതുമൂലം ആത്മാവിന്റെ അവർണ്ണനീയമായ പ്രബലതയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും, അതായത് അതിന്റെ പൊട്ടൻഷ്യൽ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ഇതിൽ ദേഹിയെയാണോ ആത്മാവിനെയാണോ നിങ്ങൾ കൂടുതലായി പരിപോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലർക്കും ദേഹിയെയും ആത്മാവിനെയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. രണ്ടും ഒന്ന് തന്നെയാണെന്ന് പലരും കരുതുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദേഹി മനസ്സിന്റെ ഇരിപ്പിടമാണ്. അതുപോലെ തന്നെ വ്യക്തിയുടെ വികാരങ്ങളുടെയും ഇച്ഛയുടെയും ഇരിപ്പിടം കൂടിയാണ് ദേഹി. ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും ദേഹി മാത്രമാണെന്നിരിക്കട്ടെ. മനസ്സിലാണ് ചിന്തകളും സങ്കല്പങ്ങളും വികാരങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് സന്തോഷം ഉത്ഭവിക്കുന്നത്. കോപവും സമാധാനവും ദുഃഖവുമെല്ലാം ദേഹിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അവിടെ നിന്ന് തീരുമാനങ്ങൾ ഉയർന്നു വരുന്നു. ഓരോ വരിയിൽ തിരഞ്ഞെടുക്കുന്നതും അതെ അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ എന്ന തീരുമാനം എടുക്കുന്നതും ഇവിടെ നിന്നുമാണ്. അത്രമാത്രം ശക്തമാണ് നമ്മുടെ ദേഹി. ഇങ്ങനെയൊക്കെയാണെങ്കിലും പഴയ ഒരു ഓർമ്മയ്ക്ക് നമ്മെ കരയിപ്പിക്കാൻ കഴിയും. അതുപോലെ മറ്റൊരാളുടെ ഒരു സംസാരമോ വാക്കോ നമ്മുടെ അവസ്ഥയെ സ്വാധീനിക്കുവാനും മൂഡ് മാറ്റുവാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്നിരിക്കും. അതാണ് നമ്മുടെ ദേഹിയുടെ ശക്തി. പക്ഷെ ഇങ്ങനെ ശക്തിയുള്ള ദേഹിക്ക് മാത്രം അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യം ദേഹിക്ക് വിട്ടുകൊടുത്താൽ അതിൽ ചില അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. ഏദൻ തോട്ടത്തിലെ ആദത്തിനും ഹവ്വയ്ക്കും നമ്മെപ്പോലെ തന്നെ ദേഹിയും ആത്മാവും ഉണ്ടായിരുന്നല്ലോ. അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് അവരുടെ ആത്മാവ് ദൈവവുമായി പൂർണ്ണ ബന്ധത്തിലായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ദേഹിയും മനസ്സും വികാരങ്ങളുമെല്ലാം ദൈവഹിതത്തിന് യോജിച്ച രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതായത് ദൈവിക സാന്നിധ്യത്തിൽ അവർ ഇപ്രകാരമുള്ള നല്ല അവസ്ഥയിലായിരുന്നു. എന്നാൽ നന്മതിന്മകളുടെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നന്മയെയും തിന്മയെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുകയും അങ്ങനെ അവരുടെ ആത്മാവിന് മരണം സംഭവിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ദേഹി പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ദൈവത്തെ മാറ്റി നിർത്തി
ദേഹിയുടെ നിർദ്ദേശം മാത്രം സ്വീകരിച്ച് അവർ അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുവാനും തുടങ്ങി. അവരിലേക്ക് ലജ്ജയും ഭയവും അഹങ്കാരവും കടന്നു വന്നു. അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ തീരുമാനമെടുക്കാൻ തുടങ്ങി. ആ നിമിഷം മുതൽ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയമാകുന്നതിന് പകരം ദേഹിയുടെ ഇച്ഛയ്ക്കൊത്ത് അവർ നയിക്കപ്പെട്ടു. ദേഹി ദൈവത്തിന്റെ ദാനം തന്നെയാണ് എന്നത് ശരി തന്നെ. മനുഷ്യന് ദൈവത്തിൽ നിന്നും ലഭിച്ച കഴിവുകളെല്ലാം ദേഹിയിൽ നിന്നുമാണ് വരുന്നത്. സങ്കീർത്തനം 42:11 ഇപ്രകാരം പറയുന്നു: എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സഹായവും ദൈവമായി അവിടുത്തെ ഞാൻ പുകഴ്ത്തും. ദേഹിയോട് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ ദേഹിയെ ആത്മാവുമായി യോജിപ്പിലാക്കാമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, കുതിരയെ തെളിക്കുന്ന ഒരു കുതിരക്കാരനെ സങ്കല്പിക്കുക. ഇതിലെ കുതിര നിങ്ങളുടെ ദേഹിയാണ്. അതിന് നല്ല ഊർജവും ശക്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ലക്ഷ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം തെറ്റിയാൽ അതിന്റെ പോക്ക് അപകടത്തിലേക്കായിരിക്കും. ഇതിലെ കുതിരക്കാരൻ നിങ്ങളുടെ ആത്മാവാണ്. ദേഹിയാകുന്ന കുതിരയെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കും ദിശയിലേക്കും നയിക്കേണ്ടത് ആത്മാവാകുന്ന കുതിരക്കാരനാണ്. അതായത് ദൈവിക ലക്ഷ്യത്തിലേക്ക് ദേഹി നയിക്കപ്പെടേണ്ടതും അതിന് യോജിച്ച തീരുമാനങ്ങൾ എടുക്കപ്പെടേണ്ടതും ആത്മാവിലാണ്. നിങ്ങളുടെ ദേഹിയെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ എത്ര മനോഹരമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നീങ്ങുന്നത് സത്യത്തിലേക്കും സമാധാനത്തിലേക്കും ആയിരിക്കും. മർക്കോസ് 8:36 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? പണം, പ്രശസ്തി, വിജയം തുടങ്ങിയ ഭൗതിക നേട്ടങ്ങൾ നേടിയിട്ട് ഇതൊന്നും ആത്മാവിന് ഗുണം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ഗുണമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുക? ഇപ്രകാരമാണെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നാശത്തിലായ ദേഹിയെ നല്ല അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കും. സങ്കീർത്തനം 23:3 ഇങ്ങനെ പറയുന്നു: അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിലേക്ക് എന്നെ നയിക്കുന്നു. ദാവീദിന്റെ പ്രത്യാശയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് സാധ്യമാകുന്നത് ആത്മാവിന് വേണ്ട രീതിയിലുള്ള പരിപോഷണം നൽകുമ്പോഴാണ്. അത് ലഭിച്ചു കഴിയുമ്പോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദേഹിയുള്ള വ്യക്തിയായി നാം മാറും. ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദേഹിയിലാണല്ലോ നടക്കുന്നത് എന്ന് നാം നേരത്തെ കണ്ടുവല്ലോ. അതായത് നിങ്ങളുടെ നിത്യജീവൻ തീരുമാനിക്കപ്പെടുന്നത് ദേഹി എടുക്കുന്ന തീരുമാനങ്ങളെ മാത്രം ആശ്രയിച്ചായിരിക്കും എന്ന സത്യം മറക്കാതിരിക്കുക. ഉൽപ്പത്തി 2:7 ഇങ്ങനെ പറയുന്നു: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം തന്നെയാണ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ്. ഇത് ജീവൻ മാത്രമല്ല, നിങ്ങളുടെ നിത്യതയിലേക്കുള്ള ഒരു തീപ്പൊരി കൂടിയാണ്. ഈ ആത്മാവാണ് അദൃശ്യമായ രീതിയിൽ നിങ്ങളെയും നിങ്ങളുടെ സൃഷ്ടാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ ആത്മാവ് നിങ്ങളുടെ വികാരങ്ങളോ വ്യക്തിത്വമോ നിങ്ങളുടെ ചിന്താശക്തിയോ ഒന്നുമല്ല. ദൈവവുമായി സമ്പർക്കം പുലർത്തുവാൻ ഈ ആത്മാവിനെ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും മനുഷ്യന് തൃപ്തി വരുന്നില്ല എന്നൊരു സത്യമാണ്. ലോകത്തിൻ്റെതായ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ലഭിച്ചാലും ഏതോ ഒരു ശൂന്യതാബോധം മനുഷ്യൻ അനുഭവിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ കരച്ചിലാണ് ഈ ശൂന്യത. നിങ്ങളുടെ ആത്മാവിൽ ദൈവ സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുവാനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലാതെ മറ്റുള്ള ലോകത്തിൻ്റെതായ ഒന്നും തന്നെയല്ല. സുഭാഷിതങ്ങൾ 20:27 ഇങ്ങനെ പറയുന്നു: മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്, അത് അവന്റെ ഉള്ളറകളിൽ പരിശോധിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ഒരു വിളക്കാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇത് കാണണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് ഒരു മരിച്ച അവസ്ഥയിലായിരിക്കും. ഇത് സംഭവിച്ചത് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് മൂലമാണ്. എഫേസ്യ ലേഖനം 2:1 ഇപ്രകാരം പറയുന്നു: അപരാധങ്ങളും പാവങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. എന്നാൽ യേശുവിനെ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കും. അതായത് നിങ്ങളുടെ ആത്മാവ് പുനർജീവിക്കും. ഇതേപ്പറ്റിയാണ് യോഹന്നാൻ 3:6 പറയുന്നത്: മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്.
അതായത് നിങ്ങളുടെ ദേഹിയോ ശരീരമോ അല്ല പുനർജീവിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ആത്മാവാണ് പുനർജീവിക്കുന്നത്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന്. ഈ വീണ്ടും ജനനത്തിലൂടെയാണ് നമ്മുടെ ആത്മാവിന് വീണ്ടും ജീവൻ ലഭിക്കുന്നത്. ഈ ആത്മാവിലൂടെ ദൈവവുമായുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ദേഹിക്ക് ദൈവത്തെ പുകഴ്ത്തുവാനും ശരീരത്തിന് ദൈവം മുമ്പാകെ മുട്ടുമടക്കുവാനും സാധിക്കും. പക്ഷേ ആത്മാവിന് മാത്രമേ ദൈവവുമായി സമ്പർക്കം പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. റോമർ 8:16 ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അതായത് നാം ദൈവമക്കളാണെന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ വികാരങ്ങളും നമ്മുടെ ബുദ്ധിയും കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് ദൈവസ്വരം കേട്ടിട്ട് നീ എൻ്റേതാണെന്നാണ് ഒരു വ്യക്തിയോട് പറയുന്നത്. ആയതിനാൽ ദേഹിയാൽ നയിക്കപ്പെടുന്ന ജീവിതമല്ല, മറിച്ച് ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ദേഹിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്നും അഭിലഷിക്കുന്നത്. അതിനാൽ നമ്മെ പൂർണ്ണമായി, അതായത് നമ്മുടെ ശരീരവും ദേഹിയും ആത്മാവും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതാണ്. ഇത് സാധ്യമാകുന്നത് ദൈവസ്വരം കാതോർത്തുകൊണ്ടും അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടും അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അതുവഴി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ യഥാർത്ഥ സമാധാനം ലഭിക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വ്യക്തതയും നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവഹിതത്തിന് യോജിച്ചതായി മാറും. ദേഹി ആത്മാവിന് മേൽ വളർന്ന് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ആത്മാവ് മുരടിക്കുകയും വ്യക്തി അസ്വസ്ഥമാവുകയും ആശയക്കുഴപ്പത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. യോഹന്നാൻ 4:24 ഇപ്രകാരം പറയുന്നു, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ദേഹി അവന്റെ മനുഷ്യത്വത്തെയും അവന്റെ ആത്മാവ് നിത്യതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക, വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹിയാണോ അതോ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹിയാലാണോ നിങ്ങൾ നയിക്കപ്പെടുന്നത്? അതിനാൽ നിങ്ങളുടെ ആത്മാവിനെ നിരന്തരമായി പരിപോഷിപ്പിക്കുവാൻ ശ്രമിക്കുക. അപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ നിത്യജീവന് നിങ്ങൾ അവകാശിയായി തീരും. ഇങ്ങനെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ പറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.